അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന. റസൂലും മിനല്ലാഹി യത്ലൂ സുഹുഫൻ മുത്വഹ്ഹറ ഫീഹാ കുതുബുൻ ഖയ്യിമ. വമാ തഫറഖൽ ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിന. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ് സ്വലാത വയു'തുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ ഉലൈക ഹും ശർറുൽ ബരിയ്യ. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി ഉലൈക ഹും ഖൈറുൽ ബരിയ്യ. ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബഹ്. സദഖല്ലാഹുൽ അലിയുൽ അലീം. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആയത്തുകൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി അവൻ്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ പഠനത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ 98-ാം അധ്യായമായ അൽ ബയ്യിന, സൂറത്തുൽ ബയ്യിനയാണ് നാം പഠന വിധേയമാക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദൂതനെ അയക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന് ഈ സൂറത്ത് ചെറിയ പദങ്ങളിൽ നമ്മോട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേദക്കാരായ, വിശുദ്ധ ഖുർആനിന് മുമ്പേ അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥം നൽകിയ വിഭാഗങ്ങളുടെ മാർഗഭ്രംശങ്ങളെ സംബന്ധിച്ച് ഈ അധ്യായം സൂചന നൽകുന്നുണ്ട്. വ്യക്തമായ ദൃഷ്ടാന്തം, തെളിവുകൾ അവരുടെ മുമ്പാകെ വന്നെത്തിയിട്ടും ഇത് സത്യം സ്വീകരിക്കുവാൻ സന്നദ്ധരല്ലാത്ത അവരുടെ കടുത്ത നിലപാടിനെ സംബന്ധിച്ച്, അവരുടെ നികൃഷ്ടമായ ചെയ്തിയെ സംബന്ധിച്ച് ഈ അധ്യായം സൂചന നൽകുന്നുണ്ട്. നമുക്കതിൻ്റെ പാരായണം ആദ്യമായി ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന. റസൂലും മിനല്ലാഹി യത്ലൂ സുഹുഫൻ മുത്വഹ്ഹറ ഫീഹാ കുതുബുൻ ഖയ്യിമ. വമാ തഫറഖൽ ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിന.
വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ്സലാത വയു'തുസ്സകാത വദാലിക ദീനുൽ ഖയ്യിമ ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ ഉലൈക ഹും ശർറുൽ ബരിയ ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബരിയ ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു ذلك لمن خشي ربه صدق الله العلي العظيم. സൂറത്തുൽ ബയ്യിന അവതരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിലാണ് എന്ന് അഭിപ്രായപ്പെടുന്ന ധാരാളം മുഫസ്സിറുകളുണ്ട്. വേറെ കുറേ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഈ അധ്യായം സൂറത്തുൽ ബയ്യിന അവതരിച്ചിരിക്കുന്നത് മദീനയിലാണ് എന്നുമാണ്. രണ്ടിനും സാധ്യതകളുമുണ്ട്. ഈ അധ്യായത്തിൽ നേർക്കുനേരെ കൈകാര്യം ചെയ്യുന്നത് ബഹുദൈവ ആരാധകരെയാണ്. അതുപോലെ തന്നെ അഹ്ലു കിതാബ് വേദക്കാരായ ആളുകളെയാണ്. ഒരു പ്രവാചകൻ്റെ ആഗമനം, ഇനിയൊരു പ്രവാചകൻ വരാനില്ല, ഏതൊരു സന്ദർഭത്തിലാണ്, ഏതൊരു ഘട്ടത്തിലാണ് ഈ പ്രവാചകൻ ആഗതനായത് എന്ന് കൃത്യമായിട്ട് ഈ അധ്യായം പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന. ഈ അധ്യായത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് അൽ ബയ്യിനത്ത് എന്നാണ്, വ്യക്തമായ തെളിവ്. ഒന്നാമത്തെ ആയത്തിൻ്റെ അവസാനത്തിൽ വരുന്നത് ഹത്താ തഅതിയഹുമുൽ ബയ്യിന. ആ വാക്ക് തന്നെയാണ് അധ്യായത്തിൻ്റെ നാമമായി സ്വീകരിക്കപ്പെട്ടത്. ലം യകുനില്ലദീന കഫറൂ, സത്യനിഷേധികൾ ആയിരുന്നില്ല എന്നാണ്. ലം യകുൻ അകഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന. ഏത് സത്യനിഷേധികൾ? കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന. ബഹുദൈവാരാധകരിലും വേദക്കാരിലും പെട്ട, മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന, വേദക്കാരിലും ബഹുദൈവാരാധകരിലും പെട്ട, അല്ലെങ്കിൽ വേദക്കാരും ബഹുദൈവാരാധകരുമായ കാഫിറുകൾ ആയിരുന്നില്ല. മുംഫക്കീൻ, വിരമിക്കുന്നവരായിരുന്നില്ല, വേർപെട്ട് പോരുന്നവരായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അവർ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു എന്നർത്ഥം. ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന. വേദക്കാരും ബഹുദൈവാരാധകരുമായ കാഫിറുകൾ, സത്യനിഷേധികൾ വേർപെട്ടു പോരുന്നവരായിരുന്നില്ല, വിരമിക്കുന്നവരായിരുന്നില്ല. എന്തിൽ നിന്ന് എന്നിവിടെ കൃത്യമായി ഖുർആൻ പറയുന്നില്ല. പക്ഷേ അവരുടെ കുഫറിൽ നിന്ന് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവരുടെ നിഷേധത്തിൽ നിന്ന്, സത്യനിഷേധത്തിൽ നിന്ന് ബഹുദൈവാരാധകരും വേദക്കാരുമായ കാഫിറുകൾ വിരമിക്കുന്നവരായിരുന്നില്ല. ഏതുവരെ? ഹത്താ തഅതിയഹുമുൽ ബയ്യിന, അവർക്ക് സുവ്യക്തമായ ദൃഷ്ടാന്തം വന്നു കിട്ടുന്നത് വരെ. നാം തഅതിയഹുമുൽ ബയ്യിന, വ്യക്തമായ തെളിവ് വന്നെത്തുന്നത് വരെ എന്ന് പറഞ്ഞാൽ 6-ാം നൂറ്റാണ്ടിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗതനാവുന്ന സന്ദർഭത്തിൽ, അദ്ദേഹത്തിൻ്റെ ആഗമനം വരെ കടുത്ത അന്ധകാരത്തിലാണ് ലോകം മുഴുവൻ ഉണ്ടായിരുന്നത്. ഇതിനു മുമ്പേ, വിശുദ്ധ ഖുർആനിന് മുമ്പേ തന്നെ
നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളാണല്ലോ തൗറാത്ത്, ഇഞ്ചീലൊക്കെ. അതിൻ്റെ വാഹകരാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ, അങ്ങനെ അറിയപ്പെടുന്ന, അങ്ങനെ അവകാശപ്പെടുന്ന ആളുകൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അവരാണ് അഹ്ലുൽ കിതാബ് എന്ന് പറയുന്നത്. കിതാബിൻ്റെ ആളുകൾ, വേദത്തിൻ്റെ ആളുകൾ, വേദത്തിൻ്റെ വാഹകർ എന്ന് പറയുന്നത് തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയും ആളുകൾ. പക്ഷേ എന്ത് ചെയ്യാനാ? തൗറാത്തിലും ഇഞ്ചീലിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ അവർക്ക് നിർദ്ദേശിക്കപ്പെട്ടിരുന്ന കാര്യങ്ങളൊക്കെ ആകെ വൃത്തികേടാക്കി, മലീമസമാക്കി, തെറ്റായ രൂപത്തിൽ ആണ് അവർ ഉദ്ധരിച്ചിരുന്നത്, അല്ലെങ്കിൽ അവർ കൊണ്ടു നടന്നിരുന്ന തൗറാത്തിൽ വ്യാപകമായ കൈകടത്തലുകൾക്ക് വിധേയമായിരുന്നു. പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാനപരമായ ദൈവവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ വരെ അവർ ഉന്നയിച്ച വാദങ്ങൾ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. യഹൂദികൾ പറയുന്നു ഉസൈർ ഇബ്നുല്ലാ, ഉസൈർ എന്ന് പറയുന്ന പുരോഹിതൻ അള്ളാഹുവിൻ്റെ മകനാണ്, ഇബ്നുല്ലാ. നസ്വാറാക്കൾ പറഞ്ഞു മസീഹ് ഇബ്നുല്ലാ, ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന്. വിവിധങ്ങളായ വിഷയങ്ങളിൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ തന്നെ അവർ കടത്തിക്കൂട്ടൽ നടത്തിയിട്ട് ത്രിയേകത്വം സ്ഥാപിച്ചു. ഇന്നല്ലാഹ സാലിസു സലാസ, സൂറത്തുൽ മാഇദയിൽ ഈ വിഷയങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ വേദക്കാരായ ആളുകൾ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ശുദ്ധമായ തൗഹീദിൽ നിന്ന് വല്ലാതെ വ്യതിചലിച്ചു പോയിരുന്നു. അതുപോലെ തന്നെ മുശ്രിക്കുകളുടെ കാര്യം പറയാനില്ലല്ലോ. അവർ ചെയ്യുന്നതൊക്കെ അവർ ദൈവവുമായിട്ട് ബന്ധിപ്പിച്ചാണ് പറഞ്ഞിരുന്നത്. പക്ഷേ യഥാർത്ഥ ദൈവവിശ്വാസത്തിൽ നിന്ന് അവരൊക്കെ പിന്നോട്ട് പോയിരുന്നു. ചിലർക്ക് പരലോക വിശ്വാസം തന്നെ ഉണ്ടായിരുന്നില്ല, ഈ ലോകത്തെ ജീവിതം മാത്രമാണ് എന്നൊക്കെ വിശ്വസിച്ചു. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം. അവിടെ ആ ആളുകളെ, വേദക്കാരാവട്ടെ മുശ്രിക്കുകളാവട്ടെ, അവരെ മുഴുവൻ സന്മാർഗത്തിലേക്ക് നയിക്കണം, തിരിച്ചു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബയ്യിനത്ത് ആവശ്യമായിരുന്നു. അൽ ബയ്യിന ഹത്താ തഅതിയകുമുൽ ബയ്യിന എന്ന് പറഞ്ഞാൽ സുവ്യക്തമായ ഒരു തെളിവ്. എന്താണ് ആ അൽ ബയ്യിന? അത് അടുത്ത വാക്കിൽ, അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു റസൂലും മിനല്ലാഹി യത്ലു സുഹ്ഫൻ മുതഹറ. ബയ്യിന എന്ന് പറയുന്നത് റസൂലും മിനല്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു ദൂതനാണ്. യത്ലു, അദ്ദേഹം ഓതിക്കേൾപ്പിക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു. സുഹ്ഫൻ മുതഹറ, പവിത്രമായ വിശുദ്ധമായ സുഹ്ഫ്, ഏടുകൾ, വിശുദ്ധമായ വേദവാക്യങ്ങൾ ആളുകൾക്ക് ചൊല്ലിക്കൊടുക്കുന്ന പ്രവാചകനാണ് ബയ്യിനത്ത്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ ഈ പറയുന്നത്. റസൂലും മിനല്ലാഹ്, ബയ്യിനത്ത് എന്ന് പറയുന്നത് സുവ്യക്തമായ ദൃഷ്ടാന്തമാണ്. റസൂൽ തന്നെ ദൃഷ്ടാന്തമാണ്. ബയ്യിനത്ത് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും വേറെ ഏതെങ്കിലും ഒരു ആയത്ത് അല്ല, റസൂൽ തന്നെ ഒരു ബയ്യിനത്താണ്. അദ്ദേഹത്തിൻ്റെ ബയ്യിനത്ത് അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ഒരു ദൃഷ്ടാന്തമാണ് എന്നതിന് ധാരാളം തെളിവുകൾ നമുക്ക് കാണാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരക്ഷരത, എഴുത്തും വായനയും അറിയാത്ത പ്രവാചകൻ, പക്ഷേ അദ്ദേഹം ലോകർക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്ന ആശയങ്ങൾ അതിമഹത്തരമാണ്. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും അറിയപ്പെട്ട സാഹിത്യ രംഗത്ത് തൻ്റെ പ്രതിഭ തെളിയിച്ച വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ കാര്യങ്ങളാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജനതയുടെ മുമ്പാകെ വെക്കുന്ന ആയത്തുകൾ. അദ്ദേഹത്തിൻ്റെ ജീവിതം ഏറെ വിശിഷ്ടമാണ്. അവിടെ ആ സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും ബാധിച്ചിരിക്കുന്ന, ഗ്രസിച്ചിരിക്കുന്ന ഒരു തരത്തിൽപ്പെട്ട മാലിന്യവും തൊട്ടുതീണ്ടാത്ത വിശുദ്ധമായ ജീവിതം. റസൂൽ തന്നെ ഒരു ബയ്യിനത്താണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ ഏറ്റവും വിശിഷ്ടമായ ഒരു ജീവിത രീതി ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നു, കാഴ്ചവെക്കുന്നു. തൻ്റെ ജീവനേക്കാൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരു ഉന്നതമായ ഉത്കൃഷ്ടരായ അനുയായികളുടെ സ്വഹാബെ കിറാമിൻ്റെ ഒരു വൃത്തം. ഇതൊക്കെ ബയ്യിനത്താണ്. ഇത് അള്ളാഹു അയച്ചു. എപ്പോൾ? ഈ ആളുകളെയൊക്കെ, വേദക്കാരായ അതുപോലെ തന്നെ മുശ്രിക്കുകളായ ആളുകളെയൊക്കെ അവരുടെ തിന്മകളിൽ നിന്ന്, വഴികേടുകളിൽ നിന്ന്, അധർമ്മങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ പ്രവാചകൻ അയച്ചത്. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി യത്ലു സുഹ്ഫൻ മുതഹറ. ഈ സുഹ്ഫ്, അദ്ദേഹം ഓതിക്കൊടുക്കുന്ന വേദങ്ങൾ എവിടെയോ പൊടി തട്ടിയെടുത്തതല്ല.
ഇതിൽ പൊടി കലർന്നിട്ടില്ല തട്ടാൻ. മുതഹറ, പവിത്രമാണത്, വിശുദ്ധമാണ്. ആരുടെയും കൈകടത്തലുകൾക്ക് വിധേയമായിട്ടില്ലാത്ത പവിത്രമായ ഏടുകൾ. ഫിഹ കുത്തുബുൻ ഖയ്യിമ, ആ ഗ്രന്ഥത്തെ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. ഫിഹ, ആ ഗ്രന്ഥത്തിലുണ്ട്, ആ ഏടുകളിലുണ്ട് കുത്തുബുൻ ഖയ്യിമ. കുത്തുബ് എന്ന് പറഞ്ഞാൽ ന്യായങ്ങൾ, പ്രമാണങ്ങൾ എന്നൊക്കെ പറയാം, വിധികൾ. ഖയ്യിമ, നേരെ, കൃത്യമായ, ചൊവ്വായ, ഋജുവായ, യാതൊരു സംശയങ്ങൾക്കും ഇടയില്ലാത്ത ഗ്രന്ഥത്താളുകളിൽ സത്യനിഷ്ഠമായ പ്രമാണങ്ങളുണ്ട് എന്നാണ്. ഒരു സംശയവുമില്ല. അതേസമയത്ത് നേരത്തെ അവിടെ നൽകപ്പെട്ട വേദഗ്രന്ഥം ഉണ്ടല്ലോ, അതിലേതാണ് സത്യം, ഏതാണ് അസത്യം, ഏതാണ് യേശു പറഞ്ഞത്, ഏതാണ് മനുഷ്യൻ പറഞ്ഞത് എന്ന് അറിയാൻ പറ്റാത്ത, വേറെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറഞ്ഞതെന്ന് അറിയാൻ പറ്റാത്തത് കൂട്ടിക്കലർത്തിയിരുന്നവർ. പല തരത്തിൽപ്പെട്ട കൂട്ടിച്ചേർക്കലുകൾക്കും വെട്ടിമാറ്റലുകൾക്കും തിരുത്തലുകൾക്കും ഒക്കെ വിധേയമാക്കപ്പെട്ട വേദഗ്രന്ഥം അവിടെ ഉണ്ടായിരുന്നത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധമായ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് അവതരിപ്പിച്ച പരിശുദ്ധരായ മലക്കുകൾ, ബി ഐദി സഫറ കിറാമിൻ ബററ, വിശുദ്ധരായ മാന്യന്മാരായ മഹത്തരമായ ആളുകളുടെ എന്ന് പറഞ്ഞാൽ മാലാഖമാരുടെ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിലൂടെ ഈ ഭൂമിയിലെ ഏറ്റവും വിശിഷ്ടനായ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഖുർആൻ. അത് മുതഹറ, വല്ലാത്ത ഒരു തൊഹൂർ, വല്ലാത്ത പരിശുദ്ധി അതിനുണ്ട്. ഫിഹ കുത്തുബുൻ ഖയ്യിമ, അതിലുള്ള ന്യായവിധികളൊക്കെ വളരെ ഋജുവാണ്, നേർക്കുനേരെയാണ്, സത്യനിഷ്ഠമാണ്. വമാ തഫറഖല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിന എന്നിട്ട് പറയുന്നു. അപ്പോൾ ഇത് കൊടുക്കുക, വേദഗ്രന്ഥം അവതരിപ്പിച്ചു കൊടുത്തത് എന്തിനാന്ന് ചോദിച്ചാൽ, നേരത്തെ ശക്തമായ അന്ധകാരങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് മോചിപ്പിച്ച് ശരിയായ യഥാർത്ഥ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ്. പക്ഷേ എന്തു ചെയ്യാനാ? എല്ലാവരും അംഗീകരിച്ചില്ല. വമാ തഫറഖല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിന. പക്ഷേ വമാ തഫറഖ, ഭിന്നിച്ചിട്ടില്ല. വമാ തഫറഖല്ലദീന ഊത്തുൽ കിതാബ, വേദം നൽകപ്പെട്ടവർ ഭിന്നിച്ചിട്ടില്ല. ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിന, ഈ ബയ്യിന സുവ്യക്തമായ തെളിവ് അവർക്ക് വന്നെത്തിയതിന് ശേഷമല്ലാതെ അവർ ഭിന്നിച്ചിട്ടില്ല. ഈ വ്യക്തമായ തെളിവൊക്കെ വന്നിട്ടും അവരെന്താ ചെയ്തത്? വേദക്കാർ, നേരത്തെ വേദം നൽകപ്പെട്ട തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയും വാഹകരായിട്ട് അറിയപ്പെടുന്ന ആളുകൾ വീണ്ടും ഭിന്നിക്കുക ചെയ്തത്. ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അവരുടെ വേദഗ്രന്ഥത്തിൽ വളരെ സ്പഷ്ടമായി നേരത്തെ പറയപ്പെട്ട, നേരത്തെ തന്നെ വരുമെന്ന് പ്രവചിക്കപ്പെട്ട പ്രവാചകൻ്റെ ആഗമനത്തെ ഇവർ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. അത് തെളിവില്ലാത്തതുകൊണ്ടല്ല, അൽ ബയ്യിന, സുവ്യക്തമായ തെളിവ്, പ്രവാചകൻ്റെ വ്യക്തിത്വം തന്നെ തെളിവാണ് അവർക്ക്. ആ വന്നതിന് ശേഷമാണ് അവർ ഭിന്നിച്ചത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാലോ വേദക്കാരുടെ ഭിന്നിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. യഹൂദികൾ വിവിധ വിഭാഗങ്ങളാണ്, തമ്മിൽ തല്ലുന്ന വിവിധ വിഭാഗങ്ങൾ. നസാറാക്കൾ, ക്രിസ്ത്യാനികൾ നിരവധി വിഭാഗങ്ങളാണ്. തങ്ങളുടെ ദൈവത്തിൻ്റെ ദൈവത്വത്തിലും മനുഷ്യത്വത്തിലും തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, നിരവധി വിഭാഗങ്ങൾ. ഇതിനൊക്കെ പുറമെ ഇവരെല്ലാം കൂടിയിട്ട് ഇസ്ലാമിനോടും ഭിന്നിച്ചു. വമാ തഫറഖല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിന. ഇതെങ്ങനെ സംഭവിക്കാൻ എന്താ കാരണം എന്ന് വെച്ചാൽ, അള്ളാഹു കൃത്യമായിട്ട് അറിവ് കൊടുക്കാത്തതൊന്നുമല്ല. വളരെ സുവ്യക്തമായ അറിവ്, വിജ്ഞാനം അവർക്ക് ലഭിച്ചതിന് ശേഷമാണ് ഈ ഭിന്നിപ്പുണ്ടായതെന്നാണ്. അതാണ് ഖുർആൻ പറയുന്നത്. ഇത് അവർക്കൊരു ന്യായം പറയാനുള്ള വകുപ്പില്ല. ഞങ്ങൾക്കറിയില്ലല്ലോ പടച്ചവനെ എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അത് പറയുന്നു. വമാ തഫറഖല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിന വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിരുന്നില്ല. വേദക്കാരെ സംബന്ധിച്ച് പറയാം, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ്, എന്താ അവരോട് കൽപ്പിക്കപ്പെട്ട കാര്യം കൃത്യമായി പറയും. ഒന്ന്, ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്നുള്ള. ലിയഅ്ബുദുല്ലാഹ്, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം. എങ്ങനെ ഇബാദത്ത് ചെയ്യണം? മുഖ്ലിസീന ലഹുദ്ദീൻ, ദീൻ അവന് മാത്രമാക്കിക്കൊണ്ട്. മുഖ്ലിസ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായി എന്ന് പറയാം, കലർപ്പില്ലാത്തത് എന്ന് പറയാം.
മുഖ്ലിസീന നിഷ്കളങ്കരായിക്കൊണ്ട് നിർമ്മലരായിക്കൊണ്ട്, ലഹുദ്ദീന ദീൻ അവനു മാത്രമാക്കിക്കൊണ്ട്, ദീനിനെ അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് നിഷ്കളങ്കരായിക്കൊണ്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരോട് ഒന്ന് കൽപ്പിച്ചത്. എങ്ങനെ? ഹുനഫാ, ഹനീഫ് എന്നുള്ള വാക്കിൻ്റെ ബഹുവചനമാണ് ഹുനഫ. ഏകാഗ്രതയോടുകൂടി ഋജുമാനസനായിക്കൊണ്ട്, അതാണ് ഹുനഫ. യാതൊരു കലർപ്പുമില്ലാതെ ഏകാഗ്രതയോടുകൂടി ഋജുമാനസരായിട്ട് ദീൻ അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട്, വണക്കം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുവാനല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. കൃത്യമായി മനസ്സിലാക്കണം. കാരണം ഇത് ഇസ്ലാം എന്താണോ ആളുകളോട് പറയുന്നത് അത് തന്നെയാണ് നേരത്തെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ആളുകളോട് പറയുന്നത് അത് തന്നെയാണ് അദ്ദേഹത്തിന് മുമ്പ് വന്ന പ്രവാചകന്മാരും അവർ കൊണ്ടുവന്ന വേദങ്ങളും ഈ ആളുകളോട് പറഞ്ഞിരുന്നത്. അത് ഖുർആൻ പറയുകയാണ്. പുതുതായിട്ടൊന്നും ഇവരോട് പറഞ്ഞിട്ടില്ലല്ലോ. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ, ഋജുമാനസരായിട്ട് ദീനിനെ അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് അവന് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി അല്ലാതെ അവരോട് കൽപ്പിച്ചിരുന്നില്ല. വയുഖീമുസ്വലാത്ത, രണ്ടാമത് പറയുന്നു യുഖീമുസ്വലാത്ത്, നമസ്കാരം നിർവഹിക്കണമെന്നും. യുഖീമുസ്വലാത്ത്, അവർ നമസ്കാരം നിലനിർത്തണമെന്നുമാണ് അവരോട് കൽപ്പിച്ചത്. വയുത്തു സകാത്ത്, സകാത്ത് നൽകണമെന്നുമാണ് കൽപ്പിച്ചത്. പ്രവാചകന്മാർക്കൊക്കെ അള്ളാഹു ചില പ്രത്യേകമായ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കും. അവരുടെ അള്ളാഹുവിനുള്ള ഇബാദത്തിനുള്ള വഴികൾ കാണിച്ചു കൊടുക്കും. എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്? അതിലേറ്റവും പ്രധാനം ഇബാദത്ത് മുഖ്ലിസോട് ഇഖ്ലാസ് വേണം. ഇഖ്ലാസ് ഉണ്ടാവണം ഇബാദത്തിന്. നമസ്കരിച്ചാൽ പോരാ, നമസ്കാരത്തിൽ ഇഖ്ലാസ് ഉണ്ടാവണം. മുഖ്ലിസാവണം നമസ്കരിക്കുന്നവൻ. ആത്മാർത്ഥതയുണ്ടാവണം, ഏകാഗ്രതയുണ്ടാവണം. ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണ്. മാത്രം എല്ലാ പ്രവാചകന്മാരോടും ഇത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല. അവരുടെ ആരാധനാ രീതികൾ എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ പറഞ്ഞു കൊടുത്തത് അവരോട് പറഞ്ഞതും ഇത് തന്നെയാണ് എന്ന് അള്ളാഹുവിടെ ഓർമ്മിപ്പിക്കുക. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ്സലാത്ത വയുത്തുസ്സകാത്ത് വദാലിക ദീനുൽ ഖയ്യിമ. അത് വദാലിക ഇതാവട്ടെ ദീനുൽ ഖയ്യിമ, അതാണ് ഖയ്യിമ, നേരായ ശരിക്കുള്ള നേർക്കുനേരെയുള്ള ദീൻ, അതാണ് വദാലിക ദീനുൽ ഖയ്യിമ. അൽ ഖയ്യിമ എന്ന് പറയുന്നത് ഏറ്റവും ശരിയായ എന്നർത്ഥത്തിലാണ്. അല്ലാമ എന്നൊക്കെ പറയും അങ്ങേയറ്റം, അതിൻ്റെ മുബാലഗ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഖയ്യിമ എന്ന് പറഞ്ഞതാണ് മുഫസ്സിറുകൾ പറയുന്നത്. അതാണ് ഏറ്റവും ചൊവ്വായ മതം. വദാലിക ദീനുൽ ഖയ്യിമ. ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ ഉലൈക ഹും ശർറുൽ ബരിയ. ഈ സത്യദൃഷ്ടാന്തങ്ങളെല്ലാം വന്നെത്തിയിട്ടും നിഷേധത്തിൻ്റെ വഴി തന്നെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് ലഭിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ്. ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന ഫീ നാരി ജഹന്നം. വേദക്കാരും ബഹുദൈവാരാധകരുമായ സത്യനിഷേധികൾ നരകാഗ്നിയിലാണ്. ഫീ നാരി ജഹന്നം ഖാലിദീന ഫീഹ, അവർ അതിൽ ശാശ്വതരാണ്. എന്നെന്നും അവസാനിക്കാത്ത നരകശിക്ഷ അവരെ ബാധിക്കുന്നു. ഉലൈക ഹും ശർറുൽ ബരിയ. ഖുർആൻ അവരെ സംബന്ധിച്ച് പറയുന്നത് അവർ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും നികൃഷ്ടരാണ് എന്ന്. തൊട്ടു മുമ്പ് നമ്മൾ സൂറത്ത് അത്തീൻ പഠിച്ച സന്ദർഭത്തിൽ പറയുന്നു അസ്ഫല സാഫിലീൻ. അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് ഫി അഹ്സനി തഖ്വീം, ഏറ്റവും ഉത്കൃഷ്ടമായ ഘടനയിലാണ്. പക്ഷേ സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, ഏറ്റവും നീചരായ ആളുകളുടെ കൂട്ടത്തിൽ അവരെ മടക്കുകയുണ്ടായി എന്ന് പറയും. എന്തുകൊണ്ടാണ് ഷർറുൽ ബരിയ, ഏറ്റവും നികൃഷ്ടരായ സൃഷ്ടി അല്ലെങ്കിൽ സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടരാണ് എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ബുദ്ധിക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അവരുടെ മുമ്പാകെ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് അവതരിപ്പിക്കുക, തെളിവുകൾ ഹാജരാക്കുകയാണ്. ആരാ? സൃഷ്ടാവ്. എന്നെ സൃഷ്ടിച്ച എൻ്റെ റബ്ബ് വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കാര്യം പറഞ്ഞിട്ട് ഞാനത് അംഗീകരിക്കുവാൻ സന്നദ്ധരല്ല എങ്കിൽ എന്നേക്കാൾ വലിയ നികൃഷ്ടൻ മറ്റൊരാളില്ല എന്ന് അള്ളാഹു എന്നെ ഓർമ്മിപ്പിക്കുകയാണ്. സത്യനിഷേധികളെ സംബന്ധിച്ചാണ് പറയുന്നത്
അവർ ഏറ്റവും കടുത്ത നികൃഷ്ടരായ ജീവികളാണ്. ഷർറുൽ ബരിയ, സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടരാണ്. ഇന്നല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്ത് ഉലൈക ഹും ഖൈറുൽ ബരിയ. അതുപോലെ എല്ലാവരും കാഴ്ചയിൽ ഒരേപോലെ സൃഷ്ടിഘടനയുള്ള മനുഷ്യരാണ്. ഒരു വിഭാഗം ഷർറുൽ ബരിയ, നികൃഷ്ടരായ സൃഷ്ടികളാവുമ്പോൾ വേറൊരു വിഭാഗം ഉത്കൃഷ്ടരായ സൃഷ്ടികളാവുന്നു ഖൈറുൽ ബരിയ. ആരാത്? ഇന്നല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്ത്. പടച്ച റബ്ബ് പറഞ്ഞത് അനുസരിച്ച് അവനിൽ വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് ജീവിക്കുന്ന ആളുകൾ ഖൈറുൽ ബരിയ, ഉത്കൃഷ്ടരായ സൃഷ്ടികളാണ്, സൃഷ്ടികളിൽ ശ്രേഷ്ഠരാണ്. അവരുടെ പ്രതിഫലത്തെ സംബന്ധിച്ച് പറഞ്ഞു ജസാഉഹും ഇൻദ റബ്ബിഹിം. അവരുടെ പ്രതിഫലം അവരുടെ റബ്ബിങ്കലാണ്. എന്താണ്? ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ജന്നാത്തു അദ്ൻ, ശാശ്വതമായ തോട്ടങ്ങളാണ് അവർക്കുള്ളത്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന, ആറുകൾ ഒഴുകുന്ന ആരാമങ്ങൾ, തോട്ടങ്ങളാണ് അവർക്കുള്ളത്. ഖാലിദീന ഫീഹാ അബദ, അവർക്കവിടെ ശാശ്വതമായിട്ട് വസിക്കാം. ഈ ലോകത്തെ നശ്വരമായ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ആളുകൾ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത്. സത്യത്തെ കണ്ടുകൂടാത്ത, തങ്ങളുടെ ഭൗതികമായ നേട്ടങ്ങളെ കൈവിടാൻ സന്നദ്ധരല്ലാത്ത ആളുകളാണ് സത്യത്തെ തൽക്കാലം മാറ്റി നിർത്തുവാൻ സന്നദ്ധരായിട്ട് മുന്നോട്ട് വരുന്നത്. അവർ നികൃഷ്ടമായ പണിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നു, ഇവിടെ തങ്ങൾക്ക് ഭൗതികമായ ഒട്ടനേകം ലാഭങ്ങൾ നേടാമായിരുന്നിട്ടും, ഇവിടുത്തെ സുഖസൗകര്യങ്ങൾ ഏറ്റവും അധികം ആസ്വദിക്കാമായിരുന്നിട്ടും വേണ്ടെന്ന് വച്ച് അവയെ തട്ടിമാറ്റി ഏകനായ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാൻ പാടുപെട്ട ആളുകളുണ്ടല്ലോ, അവർക്കിതാ അറ്റമില്ലാത്ത, നശ്വരമല്ല അനശ്വരമായ, ഒരിക്കലും വറ്റിപ്പോവാത്ത, തീർന്നുപോവാത്ത അക്ഷയമായ അനുഗ്രഹങ്ങൾ അവർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് സന്തോഷവാർത്ത നൽകുകയാണ്. ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദ റളിയല്ലാഹു അൻഹും വറളു അൻഹു. ഏറ്റവും വിശിഷ്ടമായൊരു പദവി കൂടി അവരെ സംബന്ധിച്ച് പറയുന്നു. റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ സംബന്ധിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു. റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ സംബന്ധിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറളു അൻഹു, അവരാവട്ടെ അള്ളാഹുവിനെ സംബന്ധിച്ചും തൃപ്തരാണ്. തൃപ്തി, പരസ്പരമുള്ള സംതൃപ്തി, ഇത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. അള്ളാഹു എന്നെ സംബന്ധിച്ച് തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ, വിനീതനായ, വളരെ നിസ്സാരനായ ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഒരു അടിമയെ സംബന്ധിച്ച് എൻ്റെ റബ്ബ് എന്നെ സംബന്ധിച്ച് തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അനുഗ്രഹമാണത്. ലോകത്ത് പലരുടെയും തൃപ്തി എനിക്ക് നേടിയെടുക്കാം. എൻ്റെ പ്രപഞ്ചനാഥൻ്റെ തൃപ്തി എനിക്ക് കിട്ടിയാൽ അത് മതി. വറളു അൻഹു, ഇവരാവട്ടെ, ഈ മനുഷ്യരാണെങ്കിലോ അള്ളാഹുവിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിൻ്റെ വിധികളിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിന് കീഴ്പ്പെടുന്നതിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ വിധികളിലും വിലക്കുകളിലും അള്ളാഹുവിനോടുള്ള കീഴ്വണക്കത്തിലും പൂർണ്ണമായിട്ടും സംതൃപ്തി അടഞ്ഞവർ. റളിയല്ലാഹു അൻഹും വറളു അൻഹു, വല്ലാത്തൊരു പദവിയാണത്. ദാലിക ലിമൻ ഖശിയ റബ്ബഹു, ഇതെല്ലാവർക്കും ലഭ്യമല്ല. ദാലിക, ഇത് ലിമൻ ഖശിയ റബ്ബഹു, തൻ്റെ നാഥനെ ഭയപ്പെട്ട ആളുകൾക്കാണ് ഇത് ലഭിക്കുക എന്നാണ്. ഈ അധ്യായം അവസാനിപ്പിക്കുന്നത് ആ ഒരു വാക്കുകൊണ്ടാണ്, ദാലിക ലിമൻ ഖശിയ റബ്ബഹു, തൻ്റെ നാഥനെ ഭയപ്പെട്ടവർക്കുള്ളതാണ് അത് എന്ന്. ചുരുക്കത്തിൽ 8 ആയത്തുകളുള്ള ഈ അധ്യായത്തിൽ ഊന്നിപ്പറയുന്ന 3-4 കാര്യങ്ങൾ. അതിലൊന്ന്, ഒരു പ്രവാചകനെ എപ്പോഴാണ് അള്ളാഹു അയക്കുക എന്നാണ്. ഒരു സമൂഹം പൂർണ്ണമായിട്ടും ദുഷിച്ച് അവർക്ക് യാതൊരു തരത്തിൽപ്പെട്ട സത്യത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നൊരു സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യദൃഷ്ടാന്തവുമായിട്ട് പ്രവാചകനെ അയച്ചു. അങ്ങനെ അയച്ചതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇപ്പോൾ എത്രമാത്രം അങ്കലാപ്പുകളും എത്രമാത്രം അധർമ്മങ്ങളും ലോകത്തുണ്ടെങ്കിലും ഇനിയൊരു പ്രവാചകൻ്റെ ആവശ്യമില്ലാത്ത വിധം വളരെ സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ സമീപത്ത് ഉണ്ട്. വിശുദ്ധ ഖുർആൻ പ്രവാചകൻ്റെ ചര്യയും ബയ്യിനത്താണത്. വേദക്കാരായ ആളുകൾ വെറുതെ വിഘടിച്ചതാ. അവർ ഭിന്നിച്ചത് ഒരിക്കലും വ്യക്തമായ ദൃഷ്ടാന്തം ഇല്ലാത്തതിൻ്റെ പേരിലല്ല, ബയ്യിനത്ത് വന്നതിന് ശേഷമാണ് അവർ ഭിന്നിച്ചത്. പിന്നീട് പറയുന്നു, സത്യനിഷേധം കൈക്കൊള്ളുന്ന ആളുകൾ നികൃഷ്ടരാണ്, അവർക്ക് മാരകമായ ശിക്ഷയുണ്ട്. സത്യവിശ്വാസം സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയ ആളുകൾക്ക് വലിയ പ്രതിഫലം അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നു.
ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ അള്ളാഹു നമ്മോട് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൃപ്തി നേടുന്ന, അവനെ തൃപ്തിപ്പെടുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കാരുണ്യവാനായ നാഥ, ഞങ്ങൾ വന്നുപോകുന്ന വീഴ്ചകളും ഞങ്ങളുടെ അബദ്ധങ്ങളും പോരായ്മകളും നിൻ്റെ കാരുണ്യം കൊണ്ട് പുറത്ത് മാപ്പാക്കി തരണമേ നാഥ. റബ്ബന ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.